ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ പക്ക ATS ഓൺലി റെസ്യൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് റെസ്യൂം ഫോർമാറ്റ്. ജോബ് ടൈറ്റിലായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമുക്കറിയാവുന്ന ടൂളുകൾ കോഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അറിയാവുന്ന സോഫ്റ്റ്വെയർസ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, കുറച്ച് കീവേഡ്സുകൾ കൂടി സോഫ്റ്റ്വെയർ ഡെവലപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ATS ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടെ കൊടുക്കുക. അതിനുശേഷം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ തൊട്ട് താഴെ തന്നെ കൊടുക്കുക. ഇതിന്റെ അടിയിലായിട്ട് ഇന്റേൺഷിപ്പ് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് അത് കൊടുക്കുന്നു. ശേഷം ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നു. സെക്കൻഡ് പേജിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടെക്നിക്കൽ സ്കിൽസ് ആഡ് ചെയ്യുന്നു. ഓരോന്നും നമ്മൾ ബോൾഡ് ആക്കി കൊടുത്തിട്ട് അതിൽ വരുന്ന സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കുന്നു. കീ സ്കിൽസ് ATSൽ ഏതൊക്കെയാണോ ട്രാക്കിങ്ങിൽ വരുന്നത് അത് നോക്കിയിട്ടുള്ള അതിൻ്റെ കീവേഡ്സുകളായിട്ട് നമ്മൾ കീ സ്കിൽസിൽ ആഡ് ചെയ്യുന്നു. അച്ചീവ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. മിനിമം ഒരു 5 അച്ചീവ്മെൻറ്റ്സ് എങ്കിലും മിനിമം ആഡ് ചെയ്യണം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ അഡീഷണൽ ഇൻഫോ ആവശ്യമായിട്ടുള്ള ബേസിക് ഇൻഫോർമേഷൻ മാത്രം കൊടുത്താൽ മതി. ലാംഗ്വേജസ് കൊടുക്കുക, അതും മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ റെസ്യൂമിൽ വേണ്ടത്. അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ആർക്കെങ്കിലും ഈ റെസ്യൂം ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. മെയിൽ ID ഞങ്ങൾ മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും.